ഹായ് മച്ചവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ റോട്ടിൽ കൂടെ വൂന്നിട്ട് പോകാൻ നിൽക്കുക. പോണ സമയത്ത് നമ്മൾ പലപ്പോഴും സിഗ്നലുകൾ കാര്യങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ആ സിഗ്നലുമ്പോൾ ഫസ്റ്റ് ഒരു ഗ്രീൻ ഉണ്ടാവും, പിന്നെ ഒരു യെല്ലോ ഉണ്ടാവും, പിന്നെ അതുപോലെ അതിന് താഴെ വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഡ് ലൈറ്റ് വരും. അപ്പോൾ ഗ്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഓടിച്ചോക്കും പോകാം, വലിയ കുഴപ്പമില്ല. പക്ഷേ അതിന് ശേഷം ഒരു യെല്ലോ ലൈറ്റ് വരും. ആ യെല്ലോ ലൈറ്റ് എന്താണ് നമുക്കൊരു വാണിംഗ് തരുന്നത്. നമുക്ക് അന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചധികം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിച്ചു പോകാം. റെഡ് എന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ഈ ഒരു കളറിൽ ഗ്രീൻ യെല്ലോ റെഡ് എന്ന് പറഞ്ഞ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നമ്മുടെ വണ്ടികളിൽ ഡാഷ് ബോർഡ് ഉണ്ട്. കാറിൻ്റെ ഒരു ഡാഷ് ബോർഡൊക്കെ കണ്ടല്ലെങ്കിൽ കുറേ കളർഫുൾ ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡ് ഉണ്ട്. ഓരോ കളറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നേക്കണേ. ഒരു വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ആ വണ്ടിയിൽ നിറച്ച് കളർ, അതായത് ഈ കളറിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കളർ അതിൽ കണ്ടു. അപ്പോൾ അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കളറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. എല്ലാ വണ്ടികൾക്കും എല്ലാ കളറും ഒരേപോലെ ആക്കിയാൽ പോലെ, എന്തിനും ഇത് പല പല കളർ ആക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു ഡൗട്ട് അടിച്ചു. അപ്പോൾ ഈ ഒരു കളറിന് അതിൻ്റെത് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ പ്രധാനമായിട്ട് 4 കളറുകളാണുള്ളത്. ഒന്നാമത്തെ നമുക്ക് ഗ്രീൻ, രണ്ടാമത്തെ നമുക്ക് ബ്ലൂ, പിന്നെ മൂന്നാമത്തെ യെല്ലോ, പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് നമുക്ക് റെഡ് കളർ. അപ്പോൾ ഈ 4 കളറാണ് നമ്മൾ നോർമലായിട്ട് കാണുക. അപ്പോൾ ഫസ്റ്റത്തെ ആ 2 കളറിനെ ഞാൻ ഇങ്ങനെ എടുക്കുന്നത്, അതായത് നമ്മുടെ ഗ്രീനും ബ്ലൂവിനും ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ ആ 2 പേരും പോകുന്നുണ്ട്. ആ 2 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കമാൻഡ്, നമ്മളിപ്പോൾ ചില വാഹനങ്ങളിലൊക്കെ അലക്സി ഉണ്ട്, അപ്പം അത് ഓണാക്കൂ ഇത് ഓണാക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓണായി എന്ന് നമുക്ക് അവർ തന്നെ നമ്മളെ കാണിക്കുക. ആ സിസ്റ്റം നമ്മളെ തിരിച്ച് കാണിച്ചു തരാണ് അത് ഓണായിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്, റൈറ്റ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈ ബീം ഓൺ ആയിട്ടുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുള്ളൂ, ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഓൺ ആയിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അത് പറഞ്ഞു തരാം, അത്രേ ഉള്ളൂ. അതാണ് ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും ഇത്. ഗ്രീൻ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ നമ്മൾ ന്യൂട്രൽ ലൈറ്റ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് വയ്ക്കും. ബ്ലൂ കളറിന് എക്സാമ്പിൾ നമ്മുടെ ഹൈ ബീം ഇടുമ്പോൾ കാണുന്ന ഒരു ബ്ലൂ ലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് പാസ് അടിക്കുന്ന സമയത്ത് ആ സെയിം ലൈറ്റ് കാണാം. പിന്നെ ചില വാഹനങ്ങൾ വേറെ കളറെ ഇൻഡിക്കേഷനും ബ്ലൂ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് യെല്ലോ ലൈറ്റ്. യെല്ലോ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ എ ബി എസ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ ABS ഇങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കുക. അതായത് ചില സമയത്ത് നമ്മൾ വണ്ടി ഓണാക്കുന്ന സമയത്ത് ABS വന്നു പോയി, അതൊക്കെ നോർമലായിട്ട് പോകണം. ഇനി വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ABSൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം പോവുക. അതായത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ അത്ര ഇല്ല. ഓക്കെ, പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, യെല്ലോ ലൈറ്റിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇനി 4ാമത്തെ കാര്യമാണ് നമ്മുടെ റെഡ് ലൈറ്റ്, റെഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ അത് ചില സമയം നമ്മൾ കാണുന്നത് കാറിലൊക്കെ കാണണമെങ്കിൽ നമ്മൾ എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓയിലിൻ്റെ പ്രഷർ കുറയുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ റെഡ് ലൈറ്റ് കത്തും. അങ്ങനെ കത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ വാഹനങ്ങൾ ആ ലൈറ്റ് കത്തണേ, നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, വണ്ടി അവിടെ നിർത്തുക, അറ്റ് ടൈമിൽ അറ്റ് സ്പോട്ടിൽ നിർത്താം, അതിനുശേഷം എഞ്ചിൻ ഓഫ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള സർവീസ്, എവിടെയാണ് സർവീസ് സെൻ്റർ ഉള്ളത് വെച്ചാൽ അവിടെ പോയി പറയുക. അതിനുശേഷം ഇത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം പോകാം. അതായത് റെഡ് ഇൻഡിക്കേഷൻ വെച്ചാൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളിത് വകവയ്ക്കാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ദൂരം പോയി, ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറാണെന്ന് വയ്ക്കുക, ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ നമ്മൾ കൂളൻ്റ് ഒഴിക്കാത്ത കാലത്താണ് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കണത്. കൂളൻ്റ് നല്ല രീതിയിൽ ആ ഒരു ലെവലിൽ എത്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ കൂളൻ്റ് ഒഴിച്ചിട്ടും ഇതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി കുറേ ദൂരം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ എഞ്ചിൻ്റെ അവിടെ നിന്ന് ബേൺ ആവണം, അതുവഴി നമ്മുടെ ലൈഫ് തന്നെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഇൻഡിക്കേഷൻസ് ഒന്നും നമ്മൾ ആരും വകവയ്ക്കാറില്ല, ഈ പറയുന്നത് ഞാൻ പോലും വകവയ്ക്കാറില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ വെക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്തേക്ക് അതിനൊക്കെ ഒരു ഇഷ്യൂസ് നമുക്കുണ്ടാവും. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ലൈറ്റിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ട് പോവാം. പ്രധാനമായിട്ടും ഈ റെഡ് ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഞ്ചിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് അവിടെ, പിന്നെ ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു റെഡ് ഇൻഡിക്കേഷൻ സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം, ഇത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം, അതിൽ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി ഞാൻ ഇതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, എക്സെപ്ഷൻ, അതായത് യെല്ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ. അതിന് ചില മാനുഫാക്ചേഴ്സ്, ചില കമ്പനികൾ, നമ്മൾ ഈ വാഹനം ഉണ്ടാക്കുന്ന കമ്പനിക്കാർ അവർ ചിന്തിക്കുകയും വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വാഹനത്തിൽ 3 കളറുകൾ മതി, അതായത് ഗ്രീൻ ബ്ലൂ യെല്ലോ, വേറെ കളറുകളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീനും ബ്ലൂ എന്നും പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതായത് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ട സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കി അല്ലെങ്കിൽ ഓഫ് ചെയ്തു, ഹൈ ബീം ഇട്ടു, ലോ ബീം ആക്കി, ഓക്കെ, അവിടെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഹൈ ബീം ആ ലൈറ്റും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ബ്ലൂ യൂസ് ചെയ്തു, അതുപോലെ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ അതിനൊക്കെ ഗ്രീൻ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് യെല്ലോ ആണുള്ളത്. അപ്പോൾ ഈ യെല്ലോ കളർ ഇൻഡിക്കേഷൻ ആണെങ്കിൽ എൻ്റെ ബൈക്കിലൊക്കെ ആണെങ്കിൽ ABSന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ യെല്ലോ ലൈറ്റ് മാത്രമേ ഉള്ളൂ. എഞ്ചിൻ വാണിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും യെല്ലോ ലൈറ്റേ ഉള്ളൂ. അതായത് വാണിംഗ് തന്നവർ ആ സാധനത്തിന് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിന് വീണ്ടും വേറൊരു വാണിംഗ് അങ്ങനെയൊന്നും ഇല്ല. വാണിംഗ് വന്നു, യെല്ലോ ലൈറ്റ് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുക, വണ്ടി പിന്നെ സർവീസ് സെൻറ്ററിൽ വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രം പോവാം.
ഇതെന്താ ഞാൻ ഇങ്ങനെ ഒരു എക്സെപ്ഷൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാനുഫാക്ചേഴ്സും ഈ ഒരു യെല്ലോ ലൈറ്റിൽ മാത്രം നിർത്തണം എന്നില്ല. റെഡ് ലൈറ്റ് ഉണ്ടാവാം. ചിലപ്പോൾ ഇനി ചില വാഹനങ്ങളിൽ ഈ ഒരു കളറുകളല്ലാണ്ട് വേറെ പല കളറുകളിലും അവർ പല കാര്യങ്ങളും അവരുടെ ഡിവൈസുകൾ ഓൺ ആയതിനേക്കും വേറെ കളറുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. ഈ ഒരു കളറിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഗ്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അങ്ങോട്ട് ഇങ്ങോട്ട് പൊക്കോട്ടെ. പക്ഷേ ബ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി ഓഫ് ചെയ്യും. പക്ഷേ യെല്ലോയും റെഡും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. യെല്ലോ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യുക. റെഡ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ യെല്ലോ ഇൻഡിക്കേഷൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ കെയർ നമ്മൾ റെഡ് ലൈറ്റിന് കൊടുക്കണം, അതായത് റെഡ് ഇൻഡിക്കേഷൻ കൊടുക്കണം. അങ്ങനെ റെഡ് ഇൻഡിക്കേഷൻ ഉള്ള വാഹനങ്ങളാണെങ്കിൽ, അങ്ങനെ ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ യെല്ലോ ആ ഒരു ഇൻഡിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുക. അതിനുശേഷം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലാണ്. അപ്പോൾ എല്ലാവർക്കും